ഗുഡ് മോർണിംഗ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നതാണ്. നമുക്ക് വേണമെങ്കിൽ 4 മണി ചായക്കോ ഡിന്നറിനൊക്കെ ആക്കാവുന്ന ഒരു ഐറ്റാണ് കുഞ്ഞിപ്പത്തിൽ. അപ്പോൾ നമ്മുടെ ഇടിയപ്പപ്പൊടി നല്ലോണം കുഴച്ചെടുക്കുക. അതാ ഈ ഒരു പാകത്തിൽ പൊട്ടിപ്പോവരുത്. ചെറിയ ബൗൾസായിട്ട് ഉരുട്ടിയെടുക്കണം നമുക്ക്. അപ്പോൾ അതാ ഇതേപോലെ ചെറിയ ബൗൾസായിട്ട് ഉരുട്ടി അതിനൊന്ന് കൈവച്ച് പരത്തി കൊടുക്കുക. അങ്ങനെ ഉരുട്ടി പരത്തിയെല്ലാം വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ കേട്ടോ. ഇതാ നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ ഇതിനെ ഇനി ഒരു മൂടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് നല്ലോണം ആവിയിൽ വേവിച്ചെടുക്കണം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. തക്കാളി, സവോള, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ കടുക് വറുത്ത് അതിലേക്ക് സവോള ഇട്ട് നല്ലോണം വാറ്റി കൊടുക്കുക. സവോള വാടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ വേഗത്തിൽ വാടി കിട്ടുമേ. അങ്ങനെ അത് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. അങ്ങനെ തക്കാളിയും ചേർത്ത് നല്ലോണം വാട്ടിയെടുക്കുക. ആവശ്യമുള്ള ആൾക്കാർക്ക് മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ മസാലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ഞാൻ രാവിലത്തെ ചായക്കായതുകൊണ്ട് ഒന്നും ചേർക്കാത്തതാണ്. ഇത് നല്ലോണം വാടി വരുന്ന സമയത്ത് നല്ലോണം ആയി വരണം. എന്നിട്ട് നല്ലോണം വാടിയാൽ അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച മറ്റേ ബൗള് പരത്തിയ പീസില്ലേ അതിട്ട് കൊടുക്കണം. നമുക്ക് നോക്കാം അത് വെന്തോന്ന്. വെന്ത് നല്ലോണം ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം കുറേശ്ശെ എടുത്തിട്ട് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവി കൊണ്ട് കൈപൊള്ളല്ലേ. അങ്ങനെ അത് ചേർത്ത് അതിനെ നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ കുഞ്ഞിപ്പത്തിൽ റെഡി. ഇനി ഇറച്ചിയൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിൽ കുറച്ച് ഇറച്ചിയും ചേർത്ത് കൊടുത്താൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.